പെണ്ണേ എന്നാ ചുമ്മാ പെണ്ണേന്ന് വിളിക്കരുത്, എനിക്ക് ദേഷ്യം വന്നിരിക്കുക. ഓ അതെനിക്ക് മനസ്സിലായി, ദേഷ്യം വന്നിരിക്കുന്നു. നീ എന്നൊന്ന് ബാഗിൽ പണിതുകൊണ്ടിരുന്നേ? ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചാണല്ലോ. പെണ്ണ സമയം പോണെന്ന് 9 മണി ആവാൻ പോണ്. സമയം മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറയിലോട്ട് പോകത്തില്ല. ആഹാ, ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണെങ്കിലേ സമയം മാത്രം മുമ്പോട്ടു, നീ പുറകോട്ടേ പോവുള്ളൂ. ആവശ്യമില്ലാത്ത ബുക്കൊക്കെ എന്തിനാ എടുത്തു വെച്ചേ? ആവശ്യമുള്ള ബുക്ക് മാത്രം എടുത്തു വെച്ചാ മതി. അതിന് ആവശ്യമുള്ള ബുക്ക് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ. എന്നാ യൂണിഫോം കൊടയാണ് ഈ എന്ത് നോക്കണേ? പോയി യൂണിഫോം എടുത്ത് വെച്ചേ. എന്റെ യൂണിഫോം വലിച്ചെറിഞ്ഞാണ്ടാ? വലിച്ചെറിഞ്ഞ നാല് വലിച്ചെറിഞ്ഞ് ഞാൻ നിന്റെ മടിയിലല്ലേ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പൊ നീയാണ് ചുമക്കണത്. ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല. അമ്മായി ഇതുകൊണ്ടോ ഓടിപ്പോയി തേച്ചോട്ട് വന്നേ. ഞാനോ? ആ അല്ല ഞാനാ. എന്റെ കൊച്ചെ ഞാനത് തേച്ചതാ. ചേച്ചി തേച്ചത് ശരിയായില്ല. എനിക്ക് സ്കൂളിലെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ളതാ. ഓ പിന്നെ സ്കൂളിൽ പോലും മര്യാദക്ക് പോവാത്തവക്കാണ് സ്റ്റാൻഡേർഡ്. പിന്നെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ പോയി തേക്കാൻ നോക്കും. പാറുവേ വന്നേ, ഒന്ന് വല്ലതും കഴിച്ചേ. വല്ലതും കഴിക്കാനാ? വല്ലതും കഴിച്ചോണ്ട് സ്കൂളിൽ പോകാൻ പറ്റൂല. മുട്ട പുഴുങ്ങിയതുണ്ട്, ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്, പാല് കാച്ചി വെച്ചിട്ടുണ്ട്. മക്കള് വന്നേ. കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറ. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ? അത് പ്രോട്ടീനും ക്രോട്ടീനും ഒക്കെ അല്ലേ. മനുഷ്യന്മാർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യേ അതേ ഉള്ള. ആ നീ ഇത് പറയുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടേ കനകാന്റെ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഉണ്ടാക്കിയ അതിപ്പോ തണുത്താണ്. കൊച്ചെ ഉള്ളത് വാരി കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്കിക്കേ. സ്കൂളിൽ നമ്പർ ഒന്നും ഇറക്കണ്ട. ഞാൻ ഒരു സത്യം പറയട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാ ആരും ഇവിടെ വിശ്വസിക്കൂല. നീ പറ. കേശാണ് ഞാൻ പറഞ്ഞാ മനസ്സിലാവും. നമ്മൾ രണ്ടുപേരും ഒരേ വൈബല്ലേ? വൈബാ? എന്തൊരു വൈബ്? നമ്മളെപ്പോഴും വയറ് നിറച്ച് കഴിക്കൂലേ? ആ കഴിക്കും. ഇന്നലെ കഴിച്ചേണ്ടാന്ന് തോന്നുന്നു. രാവിലെ എണ്ണീച്ചപ്പോ വരും ഭയങ്കര വയറുവേദന. ഞാൻ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എന്നെ തറപ്പിച്ചു നോക്കണ്ട. ഞാൻ സ്കൂളിൽ പൊക്കോളാം. പൊക്കോളാന്ന് പോയേ പറ്റത്തുള്ളൂ. ചേച്ചി വേറെ എന്തായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വയറുവേദനയാണ് പ്രശ്നം. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിലെ ടോയ്ലറ്റിൽ കയറി ചെല്ലാന്ന് പറഞ്ഞാ അത് മോശമല്ലേ? ഒരു മോശവും ഇല്ല. നമ്മൾ ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് മാസം ഫീസ് എണ്ണി കൊടുക്കണതേ. ടോയ്ലറ്റിൽ പോവാനാ? ഒരു ദിവസം മൊത്തം നീ സ്കൂളിലെ ടോയ്ലറ്റിൽ ഇരുന്നെന്നും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഗൗരമ്മ ഇതെന്തോ ചെയ്യുന്നേ? കല്യാണ പുടവ പിടിച്ചോണ്ടിരിക്കുന്ന ഒന്ന് പോയി തേക്ക്. തേക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ആ ഉണ്ട്. ഞാൻ സ്കൂളിൽ പോണോ? ആ പോണം. എന്നാ പിന്നെ പോയി തേച്ചിട്ടോ. ശരി. അമ്മുമ്മേ വയറിന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിഞ്ഞൂടാ. ബ്രെഡ് ഉണ്ടോ? ബ്രെഡ് ഇല്ല. ബ്രെഡ് ഇല്ലേ? എന്നാ പിന്നെ എനിക്ക് ബ്രെഡ് പൊരിച്ചാ മതി. മക്കളെ ബ്രെഡ് ഇല്ലെന്നാണ് അമ്മ പറഞ്ഞേ. എന്നാ പിന്നെ പഴം വിഴുങ്ങിയതോടെ ഇങ്ങോട്ട് നിക്കാതെ പോയി മേടിച്ചിട്ട് വാ. അമ്മുമ്മേ പൈസ കൊടുത്ത് വിട്, ഞാൻ സ്കൂളിൽ പോണെങ്കി മതി. ഓ കൊടുത്തു വിടാവേ. അയ്യോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കുഴപ്പമാവുന്നേ. അയ്യോ വേറെ എനിക്ക് ഒരു പാക്കറ്റ് ബ്രെഡും ഇച്ചിരി ബട്ടറും മേടിച്ചോ. ബട്ടറിൽ പൊരിച്ച ബ്രെഡേ നിന്റെ അനിയത്തി കഴിക്കത്തുള്ളൂ. അല്ലെങ്കിലേ ആ പേരും പറഞ്ഞ് പോവാതിരിക്കും. അല്ലേ നീ ആദ്യം അതിനകത്തുനിന്ന് ഇറങ്ങണ്ടേ? ഓ അതെനിക്ക് വിട്ടേരെ, ഞാൻ ഇറക്കിക്കോളാം. ബ്രെഡ് ഓംലെറ്റ് റെഡി. പാറു എങ്കേ? പാറു ആടയാഭരണങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടേ ശൗചാലയത്തിലേക്ക് കയറി ഇരിക്കുക. ശൗചാലയമാ? ശൗചാലയം മീൻസ് ശുചിമുറി, ടോയ്ലറ്റ് കേട്ടിട്ടില്ലേ?
കാവലിനായിട്ട് ഒരു തോഴിയെ നിർത്തിയിട്ടുണ്ട്. தோழியா? അയ്യോ ശിവ. ஆ நீ இங்க இருக்கியா? அவன் இங்க. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.